എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റിയും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ മാംഗോ പിക്കിളിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഈ ഒരു അച്ചാർ നമുക്ക് ഉണ്ടാക്കാൻ ഒരു 6-7 മിനിറ്റ് കൂടുതൽ ഒട്ടും വേണ്ടി വരില്ല. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങ ചെറിയ മാങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ മാങ്ങയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 2 എടുത്താൽ മതി. അതിനുള്ള അളവാണ് ഞാനിതിൽ പറയുന്നത്. ഇനി നമുക്കിത് കൂടാതെ ഇതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ അരപ്പിനായിട്ട് ഞാനിവിടെ ഒരു 2 കുടത്തോളം വെളുത്തുള്ളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് ഞാനൊരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം മുളകിൻ്റെ എണ്ണം നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഒരു 2 പിടിയോളം എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 1.5 പിടിയോളം വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു 2 പിടിയോളം എടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളകിൻ്റെ അളവും നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുകയെന്ന് വെച്ചാൽ നല്ല പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് തരിതരിപ്പായിട്ട് വരുന്ന രീതിയിൽ അരച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട, ചെറിയൊരു തരിതരിപ്പോടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് കൂടുതൽ നാളത്തേക്ക് വെക്കാനൊക്കെയാണ് ഇടുന്നതെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച കുത്തുണ്ടല്ലോ അത് മാറുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോഴേക്കും ഇതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറി വരും. ഇപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുവാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ അരപ്പ് വഴറ്റുന്ന ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അത് ഞാൻ വിട്ടുപോയതാണ്. പിന്നെ ഈ സമയത്ത് ചേർത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പച്ച ടേസ്റ്റൊന്നും വരില്ല. പിന്നെ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ ഈ ഒരു അച്ചാറിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയ്ക്ക് ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു അച്ചാർ കുറേ നാളത്തേക്ക് വേണ്ടി വെക്കാനാണെങ്കിൽ ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കണ്ട, പകരം ആവശ്യത്തിനനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. അതല്ല ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കഴിക്കാനാണെങ്കിൽ ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് കേടാവുമൊന്നുമില്ല. അതുപോലെ തന്നെ കുറേ നാളത്തേക്ക് വേണ്ടി വെക്കാനാണെങ്കിൽ നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഇതുപോലെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല അടിപൊളി അച്ചാർ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഇത്തിരി കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അവസാനമായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ അച്ചാർ പൂർണ്ണമാകുള്ളൂ. ഞാൻ ആദ്യം 1 ടീസ്പൂൺ ചേർത്തു, അത് മാത്രമേ വീഡിയോ പിടിച്ചിട്ടുള്ളൂ. അതുകൂടാതെ അവസാനം 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെറൈറ്റിയും അതുപോലെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇനി മാങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.